നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ രൂപീകൃതമായത് 1949 ജൂലൈ 1. തൃശ്ശൂർ നഗരത്തിൻ്റെ സ്ഥാപകൻ ശക്തൻ തമ്പുരാൻ. തൃശ്ശൂരിൻ്റെ പഴയ പേര് തൃശ്ശിവപേരൂർ. ഉത്സവത്തിൻ്റെ നാട്, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. വൃക്ഷഭദ്രീപുരം എന്ന് അറിയപ്പെടുന്നത് തൃശ്ശൂർ. കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശം വില്ലാർവട്ടം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തൃശ്ശൂർ. തീരപ്രദേശമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരുകൾ മുസിരിസ്, ആസ്മാകം, മഹോദയപുരം. ഇന്ത്യയിലെ ആദ്യത്തെ മസ്ജിദ് ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ. സെൻറ് തോമസ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ മാലിയങ്കര, അതായത് കൊടുങ്ങല്ലൂരിൽ എത്തിയ വർഷം AD 52. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സെൻറ് തോമസ് ചർച്ച്, കൊടുങ്ങല്ലൂർ. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ആര്യഭട്ടൻ ജനിച്ചത് ആസ്മാകം. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട. കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും വർണ്ണാഭവുമായ ക്ഷേത്രോത്സവം തൃശ്ശൂർ പൂരം. ആദ്യമായി അവതരിപ്പിച്ചത് ശക്തൻ തമ്പുരാൻ. എല്ലാ പൂരങ്ങളുടെയും പൂരം എന്ന് അറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം. ആഘോഷിക്കുന്നത് മേടമാസം, ഏപ്രിൽ മുതൽ മെയ് വരെ. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന വേദി തേക്കിൻകാട് മൈതാനം. പ്രധാന ചടങ്ങ് കുടമാറ്റം. തൃശ്ശൂരിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ: വടക്കുംനാഥൻ ക്ഷേത്രം, പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, കോട്ടപ്പുറം ശിവക്ഷേത്രം, പൂങ്കുന്നം ശിവക്ഷേത്രം, അവർ ലേഡി ഓഫ് ഡോളേഴ്സ് സീറോ മലബാർ കാത്തലിക് ബസിലിക്ക, സെൻറ് ആൻ്റണീസ് സീറോ മലബാർ കാത്തലിക് ഫോറൻസ് ചർച്ച്, കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം. യുനെസ്കോയുടെ 2015 എക്സലൻസ് അവാർഡ് ജേതാവ് വടക്കുംനാഥൻ ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം മീനഭരണി. ദക്ഷിണേന്ത്യയിലെ ദ്വാരക ഗുരുവായൂർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൃഷ്ണ ജന്മാഷ്ടമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനയൂട്ടൽ ചടങ്ങ് ആനയൂട്ട് നടക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൽ മലയാള മാസം കർക്കിടകം 1-ാം ദിവസം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ വള്ളത്തോൾ നാരായണ മേനോൻ, മുകുന്ദരാജ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി. സ്ഥാപിതമായത് 1930 നവംബർ 9. കേരള കലാമണ്ഡലം കലയ്ക്കും സംസ്കാരത്തിനുമുള്ള ഡീൻ സർവകലാശാലയുടെ പദവി നേടിയ വർഷം 2006. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കേരള കലാമണ്ഡലത്തിന് A കാറ്റഗറി പദവി നൽകിയ വർഷം 2010. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാൻ. യഥാർത്ഥ നാമം രാജാ രാമവർമ്മ. ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം അഥവാ വടക്കേക്കര കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. ഏറ്റവും അധികം പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള ജില്ല തൃശ്ശൂർ. എടയൂർ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. പീച്ചി അണക്കെട്ട് നിർമ്മാണത്തിന് മുൻകൈയെടുത്ത കൊച്ചി പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ.
ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വച്ചുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് കരസ്ഥമാക്കിയ കേരളത്തിലെ ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രം. പ്രാചീന കാലത്ത് ഗുരുവായൂർ വട്ടം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഗുരുവായൂർ. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏകാദശി. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രം വക ആനത്താവളം സ്ഥിതി ചെയ്യുന്നത് പുന്നത്തൂർ കോട്ട. ലോകത്തിലെ ഏറ്റവും വലിയ എലഫന്റ് പാർക്ക് പുന്നത്തൂർ കോട്ട. കുലശേഖര ചേര രാജാക്കന്മാരുടെ സംരക്ഷണത്തിൽ ഗോള് നിരീക്ഷണശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലം മഹോദയപുരം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. 1984 സ്ഥാപിതമായി. കോട്ടയിൽ കോവിലകം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശം വില്യാർ വട്ടം. അശ്മകത്ത് ജനിച്ച പ്രശസ്ത ഗണിത ജ്യോതിഷ പണ്ഡിതൻ ആര്യഭടൻ. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന നദികൾ ചാലക്കുടിപ്പുഴ, കരുവന്നൂർ പുഴ, കേച്ചേരിപ്പുഴ, പുഴയ്ക്കൽ പുഴ, ഭാരതപ്പുഴ. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചാലക്കുടിപ്പുഴ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമാർന്ന നദി ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ആതിരപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ പെരിങ്ങൽകുത്ത്, ആതിരപ്പള്ളി, വാഴച്ചാൽ. ചാലക്കുടി ആർച്ച് സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഷോളാർ, പെരിങ്ങൽകുത്ത്. പെരിങ്ങൽകുത്ത് ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് മരവൂർ. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല തൃശ്ശൂർ, 16 എണ്ണം. കേരളത്തിലെ ആദ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശ്ശൂർ. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള നഗരസഭ തൃശ്ശൂർ. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങൾ പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രം. ആലവട്ടം നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം കണിമംഗലം. പ്രശസ്തമായ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത് തിരുവില്യാമലയിൽ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം പുത്തൻപള്ളി. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് കെ കരുണാകരൻ. സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം അല്ലെങ്കിൽ കഥകളി പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട. ചേരരാജാക്കന്മാരുടെ തലസ്ഥാനം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി ചേരമൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ. പണി കഴിപ്പിച്ച അറബി സഞ്ചാരി മാലിക് ബിൻ ദിനാർ. വർഷം AD 629. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായി ആയിരുന്ന മാലിക് ബിൻ ദിനാർ വന്നിറങ്ങിയ സ്ഥലം കൊടുങ്ങല്ലൂർ. AD 52 സെൻറ് തോമസ് കേരളത്തിൽ വന്നിറങ്ങി എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരുകൾ മുസിരിസ്, അശ്മകം. തമിഴ് കൃതികളിൽ മുജിര എന്ന് പരാമർശിച്ചിരിക്കുന്നത് മുസിരിസ്. കേരള ലളിതകലാ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി എന്നിവയുടെ ആസ്ഥാനം തൃശ്ശൂർ. കേരള പോലീസ് അക്കാദമി ആസ്ഥാനം രാമവർമ്മപുരം. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ആസ്ഥാനം അരണാട്ടുകര. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE ആസ്ഥാനം തൃശ്ശൂർ. കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോൾ. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി, വെള്ളാനിക്കര.
കേരളത്തിലെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്തുകാവ്. മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പുകാവ്. തുകൽ ഉൽപ്പന്ന നിർമ്മാണത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന ജില്ല തൃശ്ശൂർ. രാമായണത്തിൽ മുരജി പത്തനം എന്നറിയപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ. സംഘകാല കൃതികളിൽ മുജിര, മുരജി നഗരം എന്നിങ്ങനെ അറിയപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ രാജവംശം അറിയപ്പെട്ടിരുന്നത് പടിഞ്ഞാറ്റേടത്ത് സ്വരൂപം. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ. വള്ളത്തോൾ നാരായണമേനോൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം 1930. വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ. കേരള ഫീഡ്സിൻ്റെ ആസ്ഥാനം കല്ലേറ്റുംകര. തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചേറ്റുവ കോട്ട പണി കഴിപ്പിച്ചത് ഡച്ചുകാർ. കണ്ണകി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രം. കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി. പഞ്ചാരി മേളത്തിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന സ്ഥലം പെരുവനം. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കേരളത്തിലെ നദി ചാലക്കുടി പുഴ. കേരളത്തിലെ നളന്ദ, തക്ഷശില എന്നിങ്ങനെ അറിയപ്പെടുന്നത് തൃക്കണ്ണാമതിലകം. തൃശ്ശൂരിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ: അതിരപ്പള്ളി വെള്ളച്ചാട്ടം, ശക്തൻ തമ്പുരാൻ കൊട്ടാരം, കൊടുങ്ങല്ലൂർ കോട്ട, പിലങ്ങൻകുന്ന്, തിരുവില്യാമല, പുന്നത്തൂർ കോട്ട, ചേരമൻ പറമ്പ്. മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പുകാവ്. അമ്മന്നൂർ പാച്ചു ചാക്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ നഷ്ടമാകാൻ കാരണമായ പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം AD 1341. കുലശേഖര കാലത്തെ വാനനിരീക്ഷണാലയം പ്രവർത്തിച്ചിരുന്നത് മഹോദയപുരം. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചെമ്പുക്കാവ്. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചെമ്പൂക്കാവ്. കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി. കേരള എക്സൈസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. തൃശ്ശൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ബിയ്യൂർ. നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ആസ്ഥാനം തൃശ്ശൂർ. പ്രകൃതി ചികിത്സാ സഹകരണ സാനിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.